ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ. ഇപ്പോൾ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുവാൻ ഇനി ഏകദേശം ഒരു മാസത്തിന്റെ ഉള്ളിൽ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്നവർ, അത് തദ്ദേശത്തിലായാലും നിയമസഭയിലേക്കായാലും ലോകസഭയിലേക്കായാലും ഏത് ജനപ്രതിനിധിയാണെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്ത കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് അവർ വീണ്ടും മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ അവരെ അവഗണിക്കണം. അത് പഞ്ചായത്ത് മെമ്പർ മുതൽ ലോക്സഭാ മെമ്പർ വരെ ആരാണ് വീണ്ടും മത്സരത്തിന് ഇറങ്ങുന്നത് അവരെ നമ്മൾ തീർത്തും അവഗണിക്കണം. കാരണം നമ്മൾ ഒരു 5 വർഷക്കാലത്തേക്കാണ് അവരെ തിരഞ്ഞെടുത്തത്. അധികാരമോഹം കൊണ്ട് വീണ്ടും ആ സ്ഥാനം വേറൊരു സ്ഥാനത്തേക്ക് അവർ മത്സരിക്കാൻ രംഗത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾക്കൊന്നേ ചെയ്യാനുള്ളൂ, നമ്മൾ ആ ആളെ അവോയ്ഡ് ചെയ്യുക, ബാക്കി വരുന്ന സ്ഥാനാർത്ഥികളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. ഒരു മണ്ഡലത്തിൽ 5, 6, 8, 10 ഒക്കെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ പ്രധാനപ്പെട്ട പാർട്ടികളിലെ സ്ഥാനാർത്ഥികളാണ് ഇത്തരം കോമാളിത്തരവുമായി രംഗത്ത് വരുന്നത്. അപ്പൊ ഇത്തരം കോമാളിത്തരവുമായി രംഗത്ത് വരുന്നവരെ അവഗണിക്കുക തന്നെയാണ് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ചെയ്യേണ്ടത്. അത് ഇന്ന പാർട്ടി എന്നില്ല, LDF ആയാലും UDF ആയാലും NDA ആയാലും നമ്മൾ ഒരു സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുത്താൽ ആ സ്ഥാനത്ത് ആള് 5 വർഷം പൂർത്തിയാക്കണം. അതല്ല അയാൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ രാജിവെച്ച് പിരിഞ്ഞു പോകണം. അതാണ് അതിന്റെ ശൈലി. അല്ലാതെ ഒരു ലോകസഭയിലേക്ക് തെരഞ്ഞെടുത്ത ഒരാൾ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്തയാൾ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. ഈ പ്രവണത നമ്മൾ വെച്ച് വെറുപ്പിക്കരുത്. ഇത് വോട്ടർമാർക്ക് കഴിയാവുന്ന കാര്യമാണ്. ഇത് സാധാരണ ജനത്തിന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ സ്ഥിരമായി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രവണത ഇവിടെ അവസാനിക്കും. കാരണം ഇതുകൊണ്ട് വലിയ അധ്വാനം ഗവൺമെന്റിനാണെങ്കിൽ വലിയ പൈസയുടെ ചെലവ് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ, സാധാരണ പ്രവർത്തകർക്കാണെങ്കിൽ വലിയ അധ്വാനം. കാരണം എല്ലാവർക്കും ഒന്നും ഇപ്പോ അഴിമതി നടത്തി പൈസ കിട്ടിയൊന്നുമില്ല സാധാരണ പ്രവർത്തകർക്ക്. അതൊക്കെ കുറച്ച് ആൾക്കാർക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ജോലി ഒക്കെ ലീവ് എടുത്തും അല്ലെങ്കിൽ അത് മെനക്കെടുത്തിയും ഒക്കെ ഈ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നവരാണ്. അപ്പൊ അവർക്കാണ് കൂടുതൽ അധ്വാനം വരുന്നത്. അപ്പൊ നമ്മൾ ഇത്തരം പ്രവണതകളെ ഒരു കാരണവശാലും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ പ്രോത്സാഹിപ്പിക്കരുത്. MP ആയിക്കോട്ടെ, പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ, നഗരസഭ കോർപ്പറേഷൻ മെമ്പർ ആയിക്കോട്ടെ, ആരാണെങ്കിലും ഒരു പ്രാവശ്യം എവിടേക്കാണോ തിരഞ്ഞെടുത്തത് അവിടെ 5 വർഷം പൂർത്തീകരിക്കുക. അതല്ല അതിലെന്തെങ്കിലും അസൗകര്യം ഉണ്ടോ അവിടുന്ന് രാജിവെക്കുക. അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നോട്ടെ, അടുത്ത മത്സരിച്ചോട്ടെ. ഏത് പാർട്ടിയാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കാരണം ഞാനില്ലെങ്കിൽ പ്രളയം എന്ന ഇത്തരം ആളുകളുടെ തോന്നിയാസം നമ്മൾ ഒരിക്കലും വെച്ച് വെറുപ്പിക്കരുത്. എല്ലാ പാർട്ടിക്കാരോടുമാണ് അവർ പറയുന്നത്. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും ആരാണെങ്കിലും ഒരു പ്രാവശ്യം എവിടേക്കാണോ തിരഞ്ഞെടുത്തത് അവിടെ ആള് ആ കാലാവധി പൂർത്തിയാക്കട്ടെ. എല്ലാ പാർട്ടിയിലും ഇഷ്ടത്തിന് ആളുകളുണ്ട്. ഒരു യോഗ്യതക്ക് ഉള്ള ആളുകൾ എല്ലാ പാർട്ടിയിലും ഇഷ്ടത്തിന് ആളുകളുണ്ട്. ഒരു പാർട്ടിയിലും നേതാക്കന്മാർക്ക് ഒരു കുറവുമില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസരത്തിന് വെറുതെ ഉപതെരഞ്ഞെടുപ്പ് നടത്തി ഗവൺമെന്റിന്റെ പൈസയും സാധാരണ പ്രവർത്തകരുടെ അധ്വാനവും എന്തിനാണ് നശിപ്പിക്കുന്നത് എന്നതാണ് ഇവിടെ ചോദിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവുന്ന ഈ സാഹചര്യത്തെ നമ്മൾ എന്തുകൊണ്ട് നേരിടണം? അത് നേരിടാനുള്ള ഒരു വഴിയാണ് സാധാരണ ജനങ്ങൾക്ക് അതിനെ എതിർക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ സമ്മതിദാന അവകാശം ഇത്തരം മണ്ഡലങ്ങളിൽ ഇങ്ങനെ ആളുകൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ബാക്കി 10 സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ബാക്കി ഈ ഒരാളെ മാറ്റി നിർത്തി ബാക്കി 9 ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാം. ഇത്തരം 2ാം സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഈ ആളെ മാറ്റി നിർത്തുക. കാരണം ഒരു സ്ഥാനം വെച്ചിട്ട് അടുത്ത സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുന്ന ഇവരെ അവോയ്ഡ് ചെയ്യാം. കാരണം ഇവര് അതിമോഹികളാണ്. ഈ അതിമോഹികൾ തന്നെയാണ് ഇത്തരം സ്ഥാനങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും മത്സരിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഭാഗത്തിരിക്കുമ്പോൾ തോന്നും, അവിടെ ലോകസഭയിൽ ഇരിക്കുമ്പോൾ തോന്നും നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതാവാം ഇതാവാം, നിയമസഭയിൽ ഇരിക്കുമ്പോൾ തോന്നുന്നു എനിക്ക് ലോകസഭയിൽ പോയ മന്ത്രിയാവാ അല്ലെങ്കിൽ അതാവാ ഇതാവാ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുക. എവിടേക്കാണോ നമ്മൾ തിരഞ്ഞെടുത്തത് ആ സ്ഥാനത്ത് ആ കാലാവധി പൂർത്തിയാക്കുന്നവരെ തുടരുവാൻ അവർ നിർബന്ധമായും ബാധ്യസ്ഥരാണ്. അതെല്ലാവർക്കും ശാരീരികമായ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക, അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരാം. ഇതാണ് അതിന്റെ പോളിസി.
ഈ പോളിസി സാധാരണ കേരളത്തിലെ എല്ലാ വോട്ടർമാരും പിന്തുടരണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. കാരണം വോട്ടർമാരുടെ കയ്യിലാണ് ഈ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ സാധാരണ നമ്മുടെ കയ്യിലുള്ള സമ്മതിദാന അവകാശം നമ്മൾ ഇത്തരം ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം അത് ആർക്ക് വോട്ട് ചെയ്താലും വേണ്ടില്ല, ഒരു മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഈ 10ലും ഈ വട്ടം മത്സരിക്കുന്ന ഒരു സ്ഥാനം നിലനിർത്തി അടുത്ത സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരെ ഒഴിവാക്കി ബാക്കി 10 സ്ഥാനാർത്ഥികളിൽ 9ൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാം. 10 സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അതിൽ ഈ ഒരാളെ മാറ്റി നിർത്തിയാൽ ബാക്കി 9 ആള് വരും. അതിൽ LDF, UDF, NDA, സ്വതന്ത്രരും ഒക്കെ ഉണ്ടാവും, മറ്റു ചെറിയ ചെറിയ പാർട്ടികളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആ ആൾക്ക് വോട്ട് ചെയ്യാവുന്ന. ഇതാണ് ഇതിനുള്ള പരിഹാരം. അപ്പൊ ഇങ്ങനെ എല്ലാ നിയമസഭാ മണ്ഡലത്തിലും ലോക്സഭാ മണ്ഡലത്തിലും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം ഞാനില്ലെങ്കിൽ പ്രളയം എന്ന് കരുതുന്ന ഈ ആൾക്കാരുടെ ഗിമ്മിക്ക് അങ്ങോട്ട് നിൽക്കും. അവര് ഒതുങ്ങിയിരിക്കും. ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടികളും ഒതുങ്ങും. അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും ആരാണെങ്കിലും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പാർട്ടി സംവിധാനങ്ങൾക്കും അത് പരിഹാരം കാണാൻ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ വോട്ടർമാരാണ് അവരുടെ കഴിവ് പ്രയോഗിക്കേണ്ടത്. ഇതിൽ യാതൊരു തർക്കവുമില്ല. വോട്ടർമാർ കൃത്യമായി അവരുടെ സമ്മതിദാന അവകാശം ഇത്തരം ആളുകൾക്കെതിരെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ ഞാനില്ലെങ്കിൽ പ്രളയം എന്ന് വിചാരിക്കുന്ന ഈ ആളുകളൊക്കെ ഔട്ടാവും. അവരെ ഔട്ടാക്കൽ തന്നെയാണ് നല്ല ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് നല്ലത്. കാരണം നമ്മൾ ഇത്ര ചെയ്യാനുള്ളൂ, നമ്മളെ ആൾക്ക് വോട്ട് ചെയ്യണ്ട. ബാക്കി 10 സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ബാക്കി ഈ ഒരാളെ മാറ്റി നിർത്തി ബാക്കി 9ൽ ആരെങ്കിലും തെരഞ്ഞെടുത്ത് അവർക്ക് വോട്ട് ചെയ്തോ, ഇത്ര പറയാനുള്ളൂ. ഇതാണ് ഇതിന് ചെയ്യേണ്ടത്. അപ്പൊ ഞാനില്ലെങ്കിൽ പ്രളയം എന്ന ഈ ഇത്തരം നേതാക്കന്മാരുടെ പ്രവണത ഇതോടെ അവസാനിക്കുകയും ചെയ്യും. ഏതായാലും ഇത് ഒരു നല്ല തീരുമാനമാണ്. ഈ തീരുമാനത്തിൽ യോജിക്കുന്നവരൊക്കെ ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന് തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ഈ അഭിപ്രായം വളരെ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ പരമാവധി ആളുകളിലേക്ക് ഈ അഭിപ്രായം എത്തിക്കാനും ശ്രമിക്കണം.